ഈ വാഹനം 2018 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് സ്പോർട്സ് വേരിയന്റ് ആണ്. ഈ വാഹനം 2021 ഡിസംബർ മാനുഫാക്ചറിംഗ് ആണ്. ഡിസംബർ 19 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 1,20,000 കിലോമീറ്റർ. ഈ വാഹനം 2010 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 82,000 കിലോമീറ്റർ. ഈ വാഹനം 2015 തേർഡ് ഓണർഷിപ്പാണ്. ഈ വാഹനം 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 48,000 കിലോമീറ്റർ. ഈ വാഹനം 2012 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അങ്ങനെ ഏഞ്ചൽസ് കാർസിലാണ്. അപ്പോൾ ഓണത്തിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികളുടെ കളക്ഷൻ, ഓൾമോസ്റ്റ് ഒരു 50ഓളം വണ്ടികൾ, 50 കൂടുതലുണ്ടല്ലോ വണ്ടികളുടെ കളക്ഷൻസ് ഉണ്ട്. ലൊക്കേഷൻ തിരുവനന്തപുരം നെയ്യാറ്റിൻകര അമരവള്ളിയിലാണ്. ബ്രോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ അമരവള്ളിയിലെ കോടീശ്വരൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റോക്കൊക്കെ മാറി. അത്യാവശ്യം ബഡ്ജറ്റ് കാര്യം എല്ലാം ഉണ്ടല്ലേ? ഇന്നോവ ക്രിസ്റ്റ 2 ഉണ്ടോ? ഇല്ല, ഒന്ന് ഇന്നോവ ഒന്ന് ക്രിസ്റ്റ ഉണ്ട്. പിന്നെ ഒരു XUV കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഓൾട്ടോ 800, അതേമാതിരി ഇയോണ്, സെലീരിയോ, സ്വിഫ്റ്റ് ഉണ്ടല്ലേ. അപ്പം അവരുടെ പിന്നെ നമ്മുടെ ലോൺ സ്റ്റാർട്ട് ചെയ്ത് 2011 ലാസ്റ്റ് മോഡൽ ചെയ്യാൻ പറ്റും. ഓക്കെ, വണ്ടിക്ക് വാറണ്ടി വരുന്നുണ്ടല്ലോ ബ്രോ? എത്ര? 10 വർഷം പഴക്കമുണ്ട്. അപ്പോൾ അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നേരെ വാഗണർ സ്റ്റാർട്ട് ചെയ്യല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഈ വാഹനം 2010 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 82,000 കിലോമീറ്റർ. ഫുൾ കമ്പനി സർവീസ്, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും തന്നെ, നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ഓക്കെ, 2010 കെ സീരീസ് അല്ലേ? കെ സീരീസ് പുന്നു ഷേപ്പ് വണ്ടി. അതെ. ഓക്കെ, ടയറെല്ലാം പുത്തൻ ടയറുണ്ടല്ലേ? പുത്തൻ ടയറുണ്ട്. ഓക്കെ, റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല? റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല? ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നുമില്ല. ഓക്കെ, LX വേരിയൻ്റ് അല്ലേ? LX AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് പവറുണ്ട്, ഒരു സോണി മ്യൂസിക് സിസ്റ്റം വെച്ചിട്ടുണ്ട്, സ്പെയർ കീ കാര്യങ്ങളെല്ലാം ഉണ്ട്, സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വൃത്തിയിരിപ്പുണ്ടല്ലേ വണ്ടി? അതെ. ഓക്കെ, കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞാൽ 82. ഫുള്ളി കമ്പനി സർവീസ്? ഫുള്ളി കമ്പനി സർവീസ്. ഓക്കെ, അപ്പോൾ എങ്ങനെ അതിൻ്റെ പ്രൈസ്? നമ്മൾ 195 പ്രതീക്ഷിക്കുന്നത്, ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. നെക്സ്റ്റ് ക്വിഡ് ഡീറ്റെയിൽസ്. ഈ വാഹനം 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 48,000 കിലോമീറ്റർ വരുന്ന ഓട്ടോമാറ്റിക് വാഹനമാണ്. ഓട്ടോമാറ്റിക്കാണ്. RXT ഫുൾ ഓപ്ഷൻ വണ്ടി. 1 ലിറ്റർ അല്ലേ? 1 ലിറ്റർ. ഓക്കെ, റീപ്ലേസ്മെന്റ് ആക്സസറി? റീപ്ലേസ്മെന്റ് ആക്സസറി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സർവീസ് കമ്പനിയാണോ പുറത്താണോ? കമ്പനി, കൂടുതൽ കമ്പനി അറിവ് നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, വണ്ടി പക്ഷേ വേറെ ഡെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, നീറ്റായിട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ നീറ്റാണ് കേട്ടോ. സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇൻബിൾട്ട് സീറ്റ് ടെസ്റ്റ് വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, 2 പവർ ഉണ്ട് അല്ലേ? 2 പവർ ഉണ്ട്. RXT വരും. റിവേഴ്സ് സെൻസർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ടയർ കണ്ടീഷൻ ഒരു 80% ടയറും ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് 2,97,000 രൂപ കൊടുക്കാം. 297. ഓട്ടോമാറ്റിക് ഉണ്ട്. ഫിനാൻസ് ഓൾമോസ്റ്റ് ഫിനാൻസ് കയറും. അപ്പോൾ നെക്സ്റ്റ് ഓൾട്ടോ K10. ഈ വാഹനം 2015 തേർഡ് ഓണർഷിപ്പാണ്. 72,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. സർവീസ് കമ്പനിയും പുറത്ത് 2 തവണ ചെയ്തിട്ടുള്ളത്. മേജർ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ആക്സസറി ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ലില്ല. ഓൾട്ടോ K10 VX അല്ലേ ബ്രോ? VX വേരിയന്റ്. ടയർ കണ്ടീഷൻ ഒരു 60-70% ടയർ ഉണ്ട്. ബോഡി കുഴപ്പമില്ല കേട്ടോ, സോറി സ്ക്രാച്ച് ഇടേണ്ട ഒന്നുമില്ല. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, വൃത്തിയിരിപ്പുണ്ട്. അത് ഇൻബിൾട്ട് സീറ്റ് വരുന്നുണ്ട്, 2 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, നമ്മുടെ സെൻട്രൽ ലോക്കും വരുന്നുണ്ട് അല്ലേ? സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് 2,45 കൊടുക്കാം. 2,45. 2 to 2,500 അടുപ്പിച്ച് ഫിനാൻസും ചെയ്യാൻ പറ്റും. നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ? നെഗോഷ്യബിൾ. ഒരു ഇയോൺ അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഈ വാഹനം 2016 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് 45,000 കിലോമീറ്റർ പെട്രോൾ വേരിയന്റ് ആണ്. ഓക്കെ, ക്ലീൻ വണ്ടിയാണ് അല്ലേ? ക്ലീൻ വണ്ടി. ഒരു സ്ക്രാച്ച് ഒന്നുമില്ല, നീറ്റായിരിപ്പുണ്ട്. ഡിലേറ്റ് ആണല്ലേ? ഡിലേറ്റ് ആണ്. ഓക്കെ, ടയർ 4 പുത്തൻ ടയർ ഉണ്ടല്ലേ? 4 പുത്തൻ ടയർ ഉണ്ട്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്. ഓക്കെ, ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ വൃത്തിയിരിപ്പുണ്ട്. ഇതിനകത്ത് AC മാത്രമല്ലേ? AC പവർ സ്റ്റിയറിംഗ് ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്. അപ്പം 2016 ഇയോൺ എങ്ങനെയാണ് പ്രൈസ്? നമ്മൾ 1,87 പ്രതീക്ഷിക്കുന്നത്. സ്ട്രൈച്ചർ നെഗോഷ്യബിൾ ആണല്ലോ. ഫണ്ടിങ് കയറില്ല 16 ആകുമ്പോൾ? ഫിനാൻസ് നമുക്ക് 1.5 മുകളിൽ ഫിനാൻസും ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് ഗ്രാൻഡ് K10. ഈ വാഹനം 2018 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സ്പോർട്സ് വേരിയന്റ് ആണ്. 78,000 കിലോമീറ്റർ പെട്രോൾ വേരിയന്റ് ആണ്. ഓക്കെ, കമ്പനി സർവീസിനാണല്ലോ? കമ്പനി സർവീസിനാണ്. സ്പോർട്സ് ആണ് വേരിയന്റ് അല്ലേ? സ്പോർട്സ് വേരിയന്റ്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡൻസ് ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ, ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് ഫാബ്രിക് ആണ്, പക്ഷേ മെയിൻറ്റൈൻഡ് ആണ്. ഇൻബിൾട്ട് സ്റ്റീരിയോ, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, 4 ഡോർ പവർ ഉണ്ട്, പവർ അഡ്ജസ്റ്റ്, മിറർ അഡ്ജസ്റ്റ് എല്ലാം വരുന്നുണ്ടല്ലേ? അപ്പോൾ ഗ്രാൻഡ് എങ്ങനെ ബ്രോ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 420 റേഞ്ചിന് കൊടുക്കാം. 420. ഫിനാൻസ് ഫുൾ ഓൺ ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വാഗണർ.
ഈ വാഹനം 2021 ഡിസംബർ മാനുഫാക്ചറിംഗ് ആണ്. ഡിസംബർ വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ്, 50,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല ക്വാളിറ്റി ആണ്. ഫുൾ കമ്പനി സർവീസ്. ഇപ്പൊ ലാസ്റ്റ് 50,000 സർവീസും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ കണ്ടീഷൻ നീറ്റ് ആണ് കേട്ടോ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, 4x4 പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ്, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട് അല്ലേ? നല്ല ക്വാളിറ്റിയാണ് മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ഒരു 40 to 50% ടയർ ഉണ്ട് അല്ലേ? ബ്രോ പ്രൈസ് എങ്ങനെ വരുന്നത്? ഫയൽ നമുക്ക് 495 കൊടുക്കാം. ഓക്കെ. ഫിനാൻസോ? ഫിനാൻസ് അവൈലബിൾ ആണ്. മാക്സിമം ഫിനാൻസ് കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് ഫോർഡ് ഫ്രീ സ്റ്റൈൽ. ഈ വാഹനം 2021 മോഡൽ, സിംഗിൾ ഓൺഷിപ്പ്, 29,000 കിലോമീറ്റർ, ടോപ്പ് ആൻഡ് ടൈറ്റാനിയം പ്ലസ്. ടൈറ്റാനിയം പ്ലസ് പെട്രോൾ. ഓക്കെ. പെട്രോൾ ആണല്ലേ? പെട്രോൾ ആണ്. ഓക്കെ. കേരള സർ ട്രിവാൻഡ്രം വണ്ടി അല്ലേ? ട്രിവാൻഡ്രം വണ്ടി. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. വണ്ടി നീറ്റായിട്ട് പോകണ്ടോ? സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ടയർ കണ്ടീഷൻ ആ വണ്ടിയുടെ ആ ടയറാണ് ഫ്രഷ് ടയറാണോ അല്ലേ? അതെ അതെ, സ്റ്റോക്ക് ടയറാണല്ലേ? പിന്നെ 6 എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, എല്ലാ സംഭവം വരുന്നുണ്ട്. അലോയ്സ്. പിന്നെ എങ്ങനെയാ അതിന്റെ പ്രൈസ്? ഒരു 580 കൊടുക്കാം. 580 ആസ്കിംഗ് പ്രൈസ് അല്ലേ? അല്ലെ ചെറിയ നെഗോഷ്യബിൾ ആണ്. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ ബ്രോ. നെക്സ്റ്റ് സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ. ഈ വാഹനം 2014 മോഡല്, സെക്കൻഡ് ഓൺഷിപ്പിലാണ്. ഡീസൽ വേരിയന്റ് ആണ്. 1,27,000 കിലോമീറ്റർ വാഹനം ഓട്ടിൽ. ഫുൾ പക്ക കമ്പനി സർവീസ് ആണ്. കമ്പനി സർവീസ് അവൈലബിൾ ആണ്. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 60% ടയർ ഉണ്ട്. വീഡിയോ വേരിയന്റ് അല്ലേ? വീഡിയോ വേരിയന്റ്. റീപ്ലേസ്മെന്റ് ആക്സസറി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ആക്സസറി ഒന്നുമില്ല. കമ്പനി സർവീസ്. കമ്പനി ചെറിയ റീപെയിന്റ് ചെയ്തിട്ടുണ്ട്, അതേ ഉള്ളൂ. ടച്ച് ആൻഡ് പോളിഷ്. അല്ല മേജർ ആയിട്ടൊന്നും ഇല്ലല്ലോ? ഒരു ടയർ മോശം, 3 ടയറും കൊള്ളാം അല്ലേ? ഇതിൻ്റെ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. 4x4 പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ മൈലേജ് 22 ആ റേഞ്ച് കിട്ടൂലേ? 20 മൈലേജ് കിട്ടും. നല്ല മൈലേജ്. മെയിൻ്റെനൻസ് കുറവാണ്. അതെ. എങ്ങനെയാണ് പ്രൈസ്? നമ്മൾ 395 പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. ഇപ്പം മേജറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ബ്രോ? മേജർ കഴിഞ്ഞിട്ടുണ്ട്. ഫിനാൻസോ? അപ്പം ഫിനാൻസ് നമുക്കൊരു 3.5 അടുപ്പിച്ചൊക്കെ ഫിനാൻസ് ചെയ്യാം ബ്രോ. നെക്സ്റ്റ് മഹേന്ദ്ര XUV. ഈ വാഹനം 2012 മോഡൽ, സെക്കൻഡ് ഓണർഷിപ്പ്, 1,27,000 കിലോമീറ്റർ, W6 എന്ന വേരിയന്റ് ആണ്. ഓക്കെ. സർവീസ് 2 മിക്സ് ആണ്. ഓക്കെ. ടയർ കണ്ടീഷൻ ഒരു 80% പറയാം അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ഇതിന്റെ കണ്ടീഷൻ സീറ്റൊക്കെ ചെയ്തിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. വൃത്തിയായി ഇരിപ്പുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ, 2 എയർ ബാഗ് ഉണ്ട്. W6 തന്നെ വരുന്നുണ്ടല്ലേ? അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ. ടയർ കണ്ടീഷൻ കൂട്ടാണ്. വേറെ മേജർ റീപ്ലേസ്മെന്റ് ആക്സസറി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. W6. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കൊരു 4,000 രൂപ റേഞ്ചിന് കൊടുക്കാം. 4,000 രൂപ നെഗോഷ്യബിൾ ആണല്ലോ? ഫണ്ടിങ് എത്ര 12 ഫിനാൻസ് 1 വർഷത്തേക്ക് കിട്ടുള്ളൂ. ബ്രോ നെക്സ്റ്റ് ബ്രസ. ഈ വാഹനം 2021 മോഡല്, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ZXi പ്ലസ്, സിംഗിൾ ഓൺഷിപ്പ്. ഓക്കെ. 80,000 കിലോമീറ്റർ. വേറെ റീപ്ലേസ്മെന്റ് കാര്യം നല്ല ക്വാളിറ്റികളുണ്ട്. പ്ലസ് ആണല്ലേ? ഏറ്റവും ടോപ്പ് എൻഡ്. ക്രൂസ് കൺട്രോൾ ഒക്കെ വരുന്ന വേരിയന്റ് ആണ്. ഓക്കെ. ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ 80. ടയറൊക്കെ മാറിയിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ. 4 പുതിയ ടയറുണ്ട്. ഇതിനകത്ത് ടോപ്പ് എൻഡ് വണ്ടിയുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് അഡീഷൻ ചെയ്തിട്ടുണ്ടല്ലേ? ഇതിൽ തന്നെ ഓൾറെഡി ആൻഡ്രോയിഡ് വരുന്നത്. പക്ഷേ ഇവർ കുറച്ച് പ്രീമിയം സാധനം ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് ഇത് വരുന്നത്. ഓക്കെ. പിന്നെ ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. സ്റ്റിയറിംഗ് മോഡ് കൺട്രോൾസ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്, 4x4 ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട്. ഓക്കെ. ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ടല്ലേ? അപ്പോൾ ടോപ്പ് എൻഡ് വണ്ടി. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കൊരു 8,000 രൂപയാണ് പ്രതീക്ഷ. ആയാലും ചെറുതായിട്ട് അടിച്ചു കൊടുക്കുക. നെഗോഷ്യബിൾ ആണ്. ഫണ്ടിങ്ങോ? ഫിനാൻസ് അവൈലബിൾ ആണ്. മാക്സിമം ചെയ്തു കൊടുക്കും. ഈ വാഹനം 2019 മോഡല്, സെക്കൻഡ് ഓൺഷിപ്പ്, 1,20,000 കിലോമീറ്റർ, G വേരിയന്റ് ആണ്. റീപ്ലേസ്മെന്റ് കാരണം ഫുൾ കമ്പനി സർവീസ്. ഒറിജിനൽ കേരള വണ്ടി. വിത്ത് ഫാൻസി നമ്പർ. ഫാൻസി നമ്പർ ഏതാണ്ട് 3.5 ലക്ഷം രൂപ എടുത്തിട്ടുണ്ട്. അത്രയും പൈസ കൊടുത്ത വണ്ടിയാണ്. സീറ്റ് കയറാൻ ഏതാണ്ട് 1.5 ലക്ഷം രൂപ സീറ്റ് കയറാണ്. അത്രയും ഹൈ ക്വാളിറ്റി ചെയ്തിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി. ഓക്കെ. ഇത് വേരിയന്റ് ഏതാ ബ്രോ? G വേരിയന്റ്. G ആണ്. ഓക്കെ. അപ്പോൾ ഇനോവ ക്രിസ്റ്റ ഒറിജിനൽ കേരള. പ്രൊജക്ട് ഡാമ്പ് പ്രൊജക്ട് വരുന്നില്ല കേട്ടോ. ഓക്കെ. അപ്പോൾ G ആണ് വേരിയന്റ്. അലോയ് സൈഡിലേ വരുന്നുണ്ട്. എല്ലാ കമ്പനി സ്റ്റോക്ക്. എല്ലാ കമ്പനി പക്ക. ഇതിന് ഫുൾ കമ്പനി സർവീസ്. എത്ര കിലോമീറ്റർ ആയി? 120. ഫുള്ളി കമ്പനി സർവീസ്. ഫുൾ കമ്പനി പ്രോപ്പർ പക്ക സർവീസ്. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമ്മൾ 18,90 പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. നെഗോഷ്യബിൾ ആണല്ലോ? ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഫിനാൻസോ? ഫിനാൻസ് മാക്സിമം കിട്ടും. ഓക്കെ. മാക്സ് ഒരു 16 രൂപ 17 ഫിനാൻസ് കിട്ടും. നെക്സ്റ്റ് ഇന്നോവ. ഈ വാഹനം 2013 മോഡൽ, ഒറിജിനൽ കേരളയാണ്. കേരള വണ്ടി. ഒറിജിനൽ കേരള ഫുൾ കമ്പനി സർവീസുള്ള വണ്ടിയാണ്. GX വേരിയന്റ്.
AC ബോക്സിന് പുറത്തുണ്ടോ സിംഗിൾ എയർ ബാഗ്, പിന്നെ ഒരു ആൻഡ്രോയിഡ് സീറ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, നല്ല പ്രീമിയം സീറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, സീറ്റ് പ്രീമിയം ചെയ്തിട്ടുണ്ട് അല്ലേ? അഡീഷണൽ സീറ്റ് വെച്ചിട്ടുണ്ട്. 4 ലക്ഷം കിലോമീറ്റർ വാഹനം ഓടിയിട്ടുണ്ട്. 4.5 ലക്ഷം ഫുൾ പക്ക കമ്പനി സർവീസ്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ഓടിക്കോളൂ അല്ലേ? പിന്നെ പക്ക വണ്ടി ഓടിച്ചോ പറയാം. അല്ല, കമ്പനി സർവീസ് ആണെങ്കിൽ പൊതുവെ മര്യാദയ്ക്ക് ഓടിക്കോളും വണ്ടി. തീർച്ചയായിട്ടും. ഇന്നോവയ്ക്ക് ഇനിയും വേണമെങ്കിൽ 2-3 ലക്ഷം ഓടില്ലേ സുഖമായിട്ട്? സുഖം 2 അല്ല, ബാക്കി ഇവിടെ പോയി സുഖമായിട്ട് ഓടും. എങ്ങനെയാണ് പ്രൈസ്? നമ്മളത് 7.2 പ്രതീക്ഷിക്കുന്നത്, നെഗോഷ്യബിളാണ്. ഓക്കെ. ഫണ്ടിങ്ങോ? ഫണ്ടിങ്ങും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും, മാക്സിമം കൊടുക്കാം. നമുക്ക് വീഡിയോ അതിൻ്റെ പേരല്ലേ? തീർച്ചയായിട്ടും. അപ്പം നമ്മൾ അത്യാവശ്യം കുറേ സ്റ്റോക്കുകൾ കാണിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പഴയ സ്റ്റോക്കുകൾ കുറേ കിടപ്പുണ്ട്. എന്തായാലും പുതിയ സ്റ്റോക്കിലും നമുക്ക് കാണിക്കാൻ ഈ വണ്ടിയിലോട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അല്ലേ? തീർച്ചയായിട്ടും. ഓണാശംസകൾ. ഹാപ്പി വേണം. ഹാപ്പി ഓണം.